ഞാൻ വീണ്ടും വന്നു ഒരു കുഞ്ഞിക്കുട്ടി ഈസി റെസിപ്പി ആയിട്ട്. ഇറ്റ്സ് മീ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോറൻ സ്പൈസി. സോറൻ സ്പൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ കുറച്ച് സമയം മതി. അപ്പോൾ നമുക്ക് നോക്കിയാൽ ഇത് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ പക്കോട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് ഇതേപോലെ വട്ടത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പീസ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂണിനേക്കാൾ കുറച്ച് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ വേണം, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം, വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മതി നമുക്ക് പക്കോട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി നമുക്കൊരു ഫോർക്കോ ബീറ്ററോ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ബീറ്റർ ഉപയോഗിച്ച് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പത വരുന്ന രീതിയിൽ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട് ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, സവോള ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൽ താഴെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പക്കോട റെഡിയാക്കി എടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഓയിൽ ഞാനിവിടെ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പക്കോട റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതൊരു സ്പൂൺ വെച്ചിട്ടാണ് ഇതിനകത്തോട് കോരി ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ സ്പൂൺ വെച്ച് കോരി ഒഴിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. നമ്മളിതിനകത്തോട്ട് കോരി ഒഴിച്ചതിനൊക്കെ നല്ല വലിയ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡും കൂടെ ഒന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കോട 2 സൈഡും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. 2 സൈഡും നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ അത് കണ്ടില്ലേ, നമ്മൾ ഇട്ടതിനൊക്കെ നല്ല വലിയ സൈസായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ പക്കോട എല്ലാം കൂടെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ചതിനൊക്കെ നല്ല വലിയ സൈസായി വന്നിട്ടുണ്ട്, ബോണ്ട മാതിരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വലിയ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇത് വളരെ ഈസിയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ടേസ്റ്റിയാണ്. പിന്നെ നിങ്ങളിത് റെഡിയാക്കിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കാൻ നോക്കുക. ചൂടാറി കഴിയുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി പോകും. അപ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ.